ഇപ്പോൾ അഡ്വക്കേറ്റ് കെ അനിൽകുമാർ കൂടി ചേരുകയാണ്. അനിൽകുമാർ, ഇലക്ഷൻ ഡ്യൂട്ടി ആരംഭിച്ചു കഴിഞ്ഞു. ഇതെന്താ താമസിച്ചെന്നുള്ള സംശയം മാത്രമേ നമുക്കുള്ളൂ. LDFനെ സംബന്ധിച്ചിടത്തോളം ഇത്തരമൊരു യുദ്ധത്തെ സ്വാഗതം ചെയ്യുകയാണ്. കേന്ദ്ര സർക്കാർ കേരളത്തിനെതിരാണ്. കേരളത്തെ, ആധുനിക കേരളത്തെ സൃഷ്ടിച്ചതിൽ കിബിയുടെ പങ്ക് ലോകമെമ്പാടും അംഗീകരിച്ചതാണ്. ആ കിബി എന്ന് പറയുന്ന ധനകാര്യ സ്ഥാപനത്തിന് ഇന്ത്യയുടെ റിസർവ് ബാങ്ക് എന്ന് പറയുന്ന ഭരണഘടനാ സ്ഥാപനം നൽകിയ അംഗീകാരമാണ് മസാല ബോണ്ട് വാങ്ങാനുള്ള ലൈസൻസ്. അത്തരമൊരു ലൈസൻസ് ലഭിക്കുന്ന ഇന്ത്യയിലെ അപൂർവ സ്ഥാപനങ്ങളിൽ ഒന്നാണ് കിബി. ദേശാന്തരമായി കിബിയുടെയും കേരളത്തിന്റെയും പ്രൗഢി ഉയർത്തിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ്. അത് കണ്ട് അസൂയമുത്ത കോൺഗ്രസുകാരും അത് കണ്ട് അസൂയമുത്തിയ BJPയും കുത്തിത്തിരിപ്പ് നടത്തി EDയെ കളത്തിലിറക്കുകയാണ്. നേരത്തെ തന്നെ കളത്തിൽ വന്നതാണ്. റിസർവ് ബാങ്ക് ആണ് ഇക്കാര്യത്തിൽ വിദേശ നാണയ നിയന്ത്രണ നിയമം അനുസരിച്ച് നമ്മുടെ നാട്ടിനകത്ത് വിദേശ പണം സ്വീകരിക്കുന്നതിന് അനുവാദം കൊടുക്കേണ്ട ഏജൻസി. അതുപ്രകാരം കിബിക്ക് നിയമാനുസരണ അനുവാദം കിട്ടിയതാണ്. ആ കിട്ടിയ അനുവാദം വെച്ചിട്ട് മാത്രമേ ബാങ്കുകൾക്ക് ആ പണം സ്വീകരിക്കാനാവൂ. ഒരു വിദേശത്ത് നിന്നും നമുക്ക് മസാല ബോണ്ടിൽ കേരളത്തിലെ കിബി സ്വീകരിക്കുന്ന പണം ബാങ്കുകാർ സ്വീകരിക്കണമെങ്കിൽ റിസർവ് ബാങ്കിന്റെ അനുമതി വേണം. അല്ലാതെ ബാങ്കുകാരെ വരവ് വെക്കത്തില്ല. അങ്ങനെ അനുമതി പ്രകാരം ലഭിച്ച് വരവ് വെച്ച് അത് കേരളത്തിലെ വിവിധ പദ്ധതികൾക്ക് ചെലവഴിച്ച് പിന്നീട് കിബി ആ പണം തിരിച്ചടച്ചു കഴിഞ്ഞു. ഇതിന്റെ ഭാഗമായ മുഴുവൻ കണക്കുകളും RBIക്ക് ബാങ്കുകൾ കൈമാറി. കിബി ആവട്ടെ ഈ മുഴുവൻ കണക്കുകളും C&Gക്ക് കൈമാറി. C&G ഇത് പരിശോധിച്ച് നിയമസഭയ്ക്ക് കൈമാറി. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഒരു തെരഞ്ഞെടുപ്പ് വന്നപ്പോഴത്തേക്ക് ഒന്ന് ഇറങ്ങിക്കളയാം, മുഖ്യമന്ത്രിയെ വേട്ടയാടാൻ ഇറങ്ങിക്കളയാം, ഞങ്ങളുടെ AI ക്യാമറ പൊളിഞ്ഞല്ലോ, ഞങ്ങളുടെ മസാല ബോണ്ട് പൊളിഞ്ഞല്ലോ, മാസപ്പടി കേസ് പൊളിഞ്ഞല്ലോ, മറ്റെല്ലാം പൊളിഞ്ഞല്ലോ, എന്നാൽ പിന്നെ ഇനി ഇത് പൊളിയുമെന്ന് ഉറപ്പാണെങ്കിൽ പോലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞു നിൽക്കണ്ടേ. അപ്പോഴാണ് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് വല്ലാത്ത പ്രശ്നത്തിൽപ്പെട്ടത്. ഭൂമി കുംഭകോണം, കച്ചവടം, കൊള്ളക്കാരനാണ് സംസ്ഥാന പ്രസിഡന്റ് എന്ന് വ്യക്തമായതോടുകൂടി സമീകരണ വിദ്യയ്ക്ക് വേണ്ടി ഒരു പരിപാടിയായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. പിന്നെ കോൺഗ്രസുകാരുടെ തൊണ്ടയിൽ ഇപ്പം മുള്ളു കയറി കിടക്കുകയാണല്ലോ. രാഹുൽ മാങ്കൂട്ടത്തിനല്ല ഉദ്ദേശിച്ചത്. അവിടെ ഡൽഹിയിൽ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ഇന്നലെ പുതിയ കേസെടുത്തിട്ടുണ്ട്. എന്താ കാര്യം? സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി അടക്കം വ്യക്തിപരമായി ബാങ്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടാണ് അവര് ഒരു ട്രസ്റ്റിന്റെ ഭാരവാഹികളായത്. എന്നിട്ട് അവര് കോടിക്കണക്കിന് രൂപയുടെ സമ്പത്തുള്ള നാഷണൽ ഹെറാൾഡ് തങ്ങളുടെ പേരിലുള്ള സ്വകാര്യ കമ്പനിക്ക് വിഴുങ്ങി. ഇതിനുവേണ്ടി കോൺഗ്രസ് പാർട്ടിയുടെ പണമാണ് എടുത്ത് ഉപയോഗിച്ചത്. കോൺഗ്രസ് പാർട്ടിയാണ് കബളിപ്പിച്ചത്. ഇതാണ് കേസ്. ആ കേസ് അവിടെ വന്നിരിക്കുകയാണ്. അതുപോലെ ഏതെങ്കിലും ഒരു ഇടപാട് ഇടതുപക്ഷ ജനാധിപത്യത്തിനോട് മുഖ്യമന്ത്രിയോ ധനകാര്യമന്ത്രിയോ നടത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, ED സമൻസ് അയച്ചിട്ടും ഡോക്ടർ തോമസ് ഐസക്കിനെ വിളിപ്പിക്കാനായില്ല. കാരണം എന്താണ്? സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഇതുമായി ബന്ധപ്പെട്ട കേസുകളിൽ കൃത്യമായിട്ട് ചൂണ്ടിക്കാണിച്ചു. ബാങ്ക് അക്കൗണ്ട് വഴി ധനകാര്യ സ്ഥാപനം നടത്തിയ ഇടപാടിൽ മന്ത്രിക്ക് എന്താ കാര്യം? മുഖ്യമന്ത്രിക്ക് എന്താ കാര്യം? ഇതൊക്കെ കള്ളക്കളിയാണ്. പക്ഷെ യുദ്ധം സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. കാരണം BJP എന്ന് പറയുന്ന പാർട്ടി ഇന്ത്യ വിരുദ്ധമാണ്, അവർ കേരള വിരുദ്ധമാണ്. ആ കേരളത്തിനെതിരായ BJPയുടെ രോഷമാണ്, മോദിയുടെ രോഷമാണ് ഇതിലൂടെ പ്രകടമാകുന്നത്. അത് വളരെ ആഹ്ലാദത്തോടെ രാഷ്ട്രീയമായി ഈ യുദ്ധത്തെ ഏറ്റെടുക്കുന്നു. നിയമപരമായി ഇതിന്റെ അകത്ത് ഒരു കാര്യവുമില്ല എന്നുള്ളതുകൊണ്ട് തന്നെ നിയമത്തിന്റെ പ്രശ്നമില്ല. രാഷ്ട്രീയ യുദ്ധമാണ്. ആ രാഷ്ട്രീയ യുദ്ധം അഭിമാനത്തോടെ ഇടതുപക്ഷം ഏറ്റെടുക്കുന്നു. ശ്രീ അനിൽകുമാർ, ഈ ക്യൂബയോട് അമേരിക്ക ചെയ്തിരുന്ന ഒരു നീതിയുണ്ടല്ലോ, ഒരു കാലത്തും ക്യൂബയെ സഹായിക്കാൻ അമേരിക്ക മനസ്സ് കാട്ടിയിട്ടില്ല. ഏതാണ്ട് സമാനമായ ഒരു സാഹചര്യമാണ് കേരളത്തോട് കേന്ദ്രം കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് താങ്കൾ അതിനെ കാണുക? അല്ല, ക്യൂബയും അമേരിക്കയും രണ്ടു രാജ്യങ്ങളാണ്. ആ രണ്ടു രാജ്യങ്ങളിൽ ഉപരോധം എന്ന് പറയുന്ന ആയുധം അമേരിക്ക ക്യൂബയ്ക്കെതിരെ ഏർപ്പെടുന്നത് മാത്രമല്ല, ലോകത്തെ മറ്റു രാജ്യങ്ങളെ ആ ഉപരോധത്തിന് നിർബന്ധിക്കുന്നു. ഇതാണ് അമേരിക്ക ചെയ്യുന്നത്. ഇവിടെ ചെയ്യുന്ന കാര്യം എന്താണ്? ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക തത്വങ്ങളിലൊന്നാണ് ഫെഡറലിസം. അതിന്റെ ഭാഗമായി കേരളത്തിലെ ജനങ്ങളുടെ നികുതിപ്പണം കൂടെ കൂടിയാണ് മോദി കഞ്ഞി കുടിക്കുന്നത്. കേരളത്തിലെ ജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ചുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റ് പ്രവർത്തിക്കുന്നത്. കേരളത്തിലെ ജനങ്ങളുടെ നികുതിപ്പണം കൂടി ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ത്യയിലെ എല്ലാ സംവിധാനങ്ങളും പ്രവർത്തിക്കുന്നത്, രാജ്ഭവൻ പ്രവർത്തിക്കുന്നത്. നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ കൊടുക്കുന്ന നികുതി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഓരോ സ്ഥാപനങ്ങളെയും അതിന്റെ തമ്പ്രാക്കന്മാരെയും എല്ലാം കേരളത്തെ കടിക്കുന്ന പട്ടികളായി ഉപയോഗിക്കുകയാണ് ഇന്ത്യ ഗവൺമെന്റ് ചെയ്യുന്നത്. നാണക്കേടാണിത്. 2 സഹമന്ത്രിമാരുണ്ട് ശ്രീ അനിൽകുമാർ. ഒരു ജോർജ് കുര്യനും ഒരു സുരേഷ് ഗോപിയും. പിന്നീട് പഴയ ഒരു കേന്ദ്രമന്ത്രി ഇവിടെ BJPയുടെ അധ്യക്ഷനായിരിക്കുന്നു.
ഈ 3 പേരും കൂടെ ചേർന്നിട്ടാണ് കേരളത്തിന് ലഭിക്കേണ്ട ന്യായമായ, നമ്മൾ അവിഹിതമായി ഒന്നും ചോദിക്കുന്നില്ല, നമ്മൾക്ക് കിട്ടേണ്ട കാര്യങ്ങൾ അത് ചെയ്തു തരുന്നില്ല എന്ന് മാത്രമല്ല, അതിന് ബദലായി നമ്മൾ ഉയർത്തിക്കൊണ്ടുവരുന്ന കിഫ്ബി പോലൊരു സംവിധാനത്തെ തകർക്കാനുള്ള ഇവരുടെ ശ്രമം എത്ര നാളായി തുടങ്ങിയതാണ്. ഡോക്ടർ തോമസ് ഐസക്കിന് എത്ര നോട്ടീസ് ഇവർ കൊടുത്തു, അവസാനം കോടതി എടുത്ത് അത് മുഴുവൻ ചവറ്റുകുട്ടയിൽ കളഞ്ഞു. എന്നിട്ടും അവർ പഠിക്കുന്നില്ല. തെരഞ്ഞെടുപ്പാകുമ്പോൾ ഇവന്മാർ കുറച്ച് നോട്ടീസുമായിട്ട് ഇറങ്ങും. മലയാള മനോരമയ്ക്ക് കൃത്യമായിട്ട് ആ വാർത്തയും കിട്ടും. നേരത്തെ ഒരു നോട്ടീസ് കൊടുത്തതിൻ്റെ ക്ഷീണം മാറ്റാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു ഇപ്പോൾ പുതിയ വാർത്ത കൊടുത്തിരിക്കുന്നു. അല്ലല്ല, ഇത് ഏതെങ്കിലും തരത്തിൽ ഒരു 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 കാര്യമല്ല. BJP എന്ന് പറയുന്ന അടിസ്ഥാനപരമായി ഇതാണ്. എന്തിനാണ് കെജ്രിവാളിനെ ജയിലിൽ വെച്ചത്? എന്തിനാണ് ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായിരുന്ന ഹേമന്ത് സോറനെ ജയിലിൽ വെച്ചത്? ആ കേസ് എന്തായി? എന്താണ് അവിടെ തെളിവുള്ളത്? എത്രയോ കേസുകൾ സുപ്രീം കോടതി തന്നെ ED ശാസിച്ചു കഴിഞ്ഞു. പക്ഷേ ED ഉദ്യോഗസ്ഥന്മാർക്ക് വേറൊരു ഗതിയില്ല. ഗതിയില്ലാത്തതുകൊണ്ട് അവർ കടന്നാക്രമിക്കാൻ നേതൃത്വം കൊടുക്കുന്നു. ഇത്രേ കാര്യത്തിലുള്ളൂ. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ BJP എന്ന് പറയുന്ന പാർട്ടി RSSന്റെ അജണ്ട അനുസരിച്ച് പ്രവർത്തിക്കുന്നു. അത് നേരിടുക എന്നുള്ളതല്ലാതെ മറ്റൊന്നുമില്ല. നേരിട്ട് നമ്മൾ വിജയിക്കും. നന്ദി ശ്രീ അനിൽകുമാർ പ്രതികരിച്ചത്.